എന്തൊക്കെ ഒരു പ്രശ്നം ഞാൻ മൈക്കിന്റെ മുമ്പിൽ എടുക്കുമ്പോൾ ഉണ്ടാകണം. അതാണ്. നാം ഒരു വലിയ ലക്ഷ്യം നിർവചിച്ചു കഴിഞ്ഞു. അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ കേരളത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനം ഇരട്ടിയാക്കണം. ഓരോ കുടുംബത്തിൻ്റെയും ജീവിത നിലവാരം വികസിത രാജ്യങ്ങളിലെ ജീവിത നിലവാരത്തിനോട് അടുത്തു നിൽക്കുന്ന നിലയുണ്ടാവണം. ഈ ലക്ഷ്യം നിറവേറ്റുകയാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ LDF സർക്കാരിൻ്റെ ദൗത്യം. സർക്കാർ വകുപ്പുകളുടെ എല്ലാം പ്രവർത്തനങ്ങൾ ഈ ലക്ഷ്യത്തിനനുസരിച്ച് ചിട്ടപ്പെടുത്തണം. അതേസമയം കേരളത്തെ ലോകത്തിനു മുന്നിൽ വ്യത്യസ്തമാക്കുന്ന നമ്മുടെ സാമൂഹ്യക്ഷേമ പാരമ്പര്യം ദുർബലപ്പെടാൻ പാടില്ല. ലോകത്തിന് തന്നെ മാതൃകയായ സാമൂഹ്യക്ഷേമ ഇടപെടലുകൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ വികസിത നവകേരളം സൃഷ്ടിക്കാനാകും. ആ ലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പോൾ ചില പ്രതിസന്ധികളെ തിരിച്ചറിയാനും അവയെ തരണം ചെയ്യാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. രാജ്യത്തിൻ്റെ ജനസംഖ്യയുടെ 2.59% കേരളത്തിൽ നിന്നാണ്. എന്നാൽ നമുക്ക് ലഭിക്കുന്ന നികുതി വിഹിതം 1.92%. 10ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് 3.9 വീതമാണ് ഇപ്പോൾ ഈ നിലയിലേക്ക് വെട്ടിക്കുറച്ചത്. വായ്പാ പരിധിയിൽ പോലും വെട്ടിക്കുറവുണ്ടായി. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ 2 ലക്ഷം കോടിയോളം രൂപ കേന്ദ്രം നിഷേധിച്ചു. നികുതി വിഹിതത്തിലെ മാറ്റം വഴി 15,000 കോടിയോളം രൂപ കേരളത്തിന് നഷ്ടമായി. കേരളത്തിൻ്റെ റവന്യൂ വരുമാനത്തിൻ്റെ 20 മുതൽ 25% വരെ മാത്രമാണ് കേന്ദ്രവിഹിതം. എന്നാൽ മറ്റ് ചില ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഇത് 80% വരെയുണ്ട്. ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിനാൽ സാമ്പത്തികമായി ഞെരുക്കപ്പെട്ട